നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. പൊതുവ്യക്തി നിയമത്തിനായി നിലപാടെടുത്തതിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. അതേസമയം പൊതുവ്യക്തി നിയമത്തെ എതിർത്ത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രാജ്യത്ത് പൊതുവ്യക്തി നിയമം വീണ്ടും ചർച്ചയാവുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ നിയമനിർമ്മാണം നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 5 മണിക്കൂറിലധികം നീണ്ടുനിന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബിജെപിക്ക് അനുകൂലമാണോ എന്നത് സംബന്ധിച്ച ചർച്ചകളും യോഗത്തിൽ നടന്നതായാണ് വിവരം. അതിനിടെ നിയമ കമ്മീഷന് 14 ദിവസം കൊണ്ട് 8.5 ലക്ഷത്തോളം പേരുടെ പ്രതികരണം ലഭിച്ചു. ഇതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. അതേസമയം കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. വർഗീയ വിദ്വേഷത്തിനും ആശയക്കുഴപ്പത്തിനുമാണ് ശ്രമമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. ഒരു നാട്ടിൽ 2 വിധமான சட்டங்கள் இருக்கக்கூடாது என்கிறார் நம்முடைய மோடி அவர்கள். ஆக மத பிரச்சனையை அதிகமாக்கி நாட்டிலே குழப்பத்தை ஏற்படுத்தி வெற்றி பெற்று விடலாம் என்று അവർ കരുതി കൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കൂടി സർക്കാർ നേരിടണമെന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും പ്രതികരിച്ചു. പൊതുവ്യക്തി നിയമം അനുകൂലിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപിയുടെ മുൻ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളും രംഗത്തെത്തി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡിലും മറ്റും ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ പൊതുവ്യക്തി നിയമത്തിനെതിരെ ശക്തമായ എതിർപ്പുണ്ട്. ഈ വർഷം നടക്കാനിരിക്കുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഗോത്രവർഗ്ഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്താൻ ബിജെപി തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പൊതുവ്യക്തി നിയമ വിഷയത്തിൽ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. പ്രധാനമന്ത്രി ഒരു പൊതുയോഗത്തിൽ പോയി പൌരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളത്തിൽ നിന്ന് ബിജെപി ഒഴികെ മറ്റെല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. സി.വി. അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ആഘോഷത്തിന്റെ സമയമാണെങ്കിലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യൂണിഫോം സിവിൽ കോഡിനെതിരെ മുസ്ലിം ലീഗ് അതിന്റെ പോരാട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാളെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇതുമായി വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. അതായത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അത് അങ്ങേയറ്റത്തെ ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ്. നാളെ അത് ഫിസിക്കലായിട്ട് നമ്മൾ കോഴിക്കോട്ട് മലപ്പുറത്തുമായിട്ട് ചേരും. ഒരു പൊതുയോഗത്തിലൊക്കെ പോയി ഇങ്ങനെ പൌരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലൊക്കെ സംസാരിക്കുന്നത് അതൊരിക്കലും ഭൂഷണമല്ല, പ്രധാനമന്ത്രി പദത്തിന് തന്നെ ചേർന്നതല്ല. ഇതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രത്യേകിച്ച് ഇടതുകക്ഷികളൊക്കെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പോരാട്ടം. അല്ല, ഇതിൽ ഇന്നലെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പിന്നാന്ന് വന്നതിന് ശേഷം വിവിധ മതസ്ഥര്, മതമേലധ്യക്ഷന്മാര്, ബിഷപ്പുമാര്, അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ബിജെപി അല്ലാത്ത എല്ലാ പാർട്ടികളും അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും സന്യാസി എല്ലാവരും ഒരു നേരായി ചിന്തിക്കുന്ന എല്ലാവരും അതിനെതിരായി പ്രതികരിച്ചതാണ്. ഞങ്ങളും പാർട്ടി എന്നുള്ളവർക്ക് നാളെ കൂടിയാലോചിക്കാൻ പോവാം. എല്ലാ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തിൽ നിന്ന് എല്ലാവരും പിന്തുണക്കുക. കേരളത്തിൽ സംശയമൊന്നുമില്ല. ബിജെപി എല്ലാവരും പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരായിരുന്നു. നാളെ ചേരുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗിന്റെ ഭാവി പരിപാടികൾ, ഈ ബില്ലിനെതിരായ ഭാവി പരിപാടികൾ ആ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. അഖിലോട് പറയ്ക്കൊപ്പം സി.വി. അനുമോദ്, ന്യൂസ് 18. പൊതുവ്യക്തി നിയമത്തിനെതിരെ പാളയം ഇമാം നിയമം പ്രായോഗികമല്ലെന്നും രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുമെന്നും പാളയം ഇമാം വി.പി. സുഹൈബ് മൌലവി പറഞ്ഞു. നിയമം വിശ്വാസികളുടെ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കും. ഭരണഘടനയെ ഹനിക്കലാണ് പൊതുവ്യക്തി നിയമം നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കുകയെന്നും നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും പാളയം ഇമാം ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. ധാരാളം മതങ്ങളും സംസ്കാരങ്ങളും കൊണ്ട് സമ്പന്നമായ നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ നമ്മുടെ ബഹുസ്വരതയ്ക്കും വൈവിധ്യങ്ങൾക്കുമെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടത് മാറും എന്നുള്ളതാണ്. ഏക സിവിൽ കോഡിനോടുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ വിയോജിപ്പ് അവരുടെ വിശ്വാസത്തിന്റെ താല്പര്യം കൂടിയാണ്. കേന്ദ്ര സർക്കാരിനോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്, ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പൊതുവ്യക്തി നിയമം ഏകപക്ഷീയമായി നടപ്പിലാക്കരുതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. പൊതുവ്യക്തി നിയമത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണം. എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണമെന്നും മുസ്ലിം മതവിഭാഗത്തിന്റെ ആശങ്കയും പരിഹരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഏകപക്ഷീയമായി മറ്റുള്ളവരുടെ അവകാശങ്ങൾ
ഹനിക്കപ്പെടും എന്ന ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് കടക്കരുത്. മറിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് എല്ലാവർക്കും ഈ രാജ്യത്ത് അഭിപ്രായം പറയാനും അവരുടെ വിശ്വാസം ജീവിക്കാനുമുള്ള അവകാശത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ എന്നാണ് ഞങ്ങളുടെ നിലപാട്. മണിപ്പൂർ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി ചുരാചന്ദ്പൂരിലെത്തി. ഇംഫാലിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് രാഹുൽ എത്തിയത്. കലാപബാധിത മേഖലകളിൽ രാഹുൽ സന്ദർശനം നടത്തുകയാണ്. നേരത്തെ റോഡ് മാർഗം ചുരാചന്ദ്പൂരിലേക്ക് തിരിച്ച രാഹുലിന്റെ വാഹനം പോലീസ് തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെയാണ് രാഹുലിന്റെ സന്ദർശനത്തിനും യാത്രയ്ക്കുമുള്ളത്? കലാപബാധിത മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. അപർണ, ഇപ്പോൾ കലാപബാധിത മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുകയാണ്. ഇന്ന് രാവിലെ മണിപ്പൂരിലെ ഈ കലാപബാധിത മേഖല സന്ദർശിക്കാനായി ഇംഫാലിലെത്തിയ രാഹുൽ ഗാന്ധി പിന്നീട് വാഹന മാർഗമാണ്, റോഡ് മാർഗമാണ് അദ്ദേഹം ഈ ഒരു മേഖലകളിലേക്ക് തിരിക്കുകയും ചെയ്തത്. പിന്നീട് ബിഷ്ണുപൂർ എന്ന മേഖലയിൽ എത്തിയപ്പോൾ അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തെ തടയുകയും ചെയ്തു. തുടർന്ന് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയർത്തുകയും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ കണ്ണീർവാതകവും ജലപീരങ്കി അടക്കം പ്രയോഗിക്കുകയും ചെയ്തു. തുടർന്ന് ആകാശത്തേക്ക് വെടിവെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. തുടർന്ന് 2 മണിക്കൂറോളം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അവിടെ തുടരുകയും ചെയ്തു. തുടർന്ന് SP അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം തിരികെ ഇംഫാലിലേക്ക് മടങ്ങിയത്. അതായത് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹത്തിന്, ആകാശമാർഗം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ മേഖലകൾ സന്ദർശിക്കാം. പക്ഷേ റോഡ് മാർഗം അദ്ദേഹത്തിന് പോകാൻ സാധ്യമല്ല. കാരണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ കടന്നുപോകുന്ന മേഖലകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കടത്തിവിടാനാകില്ല എന്നുള്ള നിലപാടായിരുന്നു പോലീസ് സ്വീകരിക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് ഇംഫാലിലെത്തിയ അദ്ദേഹം വൈകിട്ടോടുകൂടിയാണ് തിരികെ ഈ ചുരാചന്ദ്പൂരിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിയത്. ഇപ്പോൾ ഈ മേഖലയിലെ പ്രശ്നബാധിത മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. അവിടെയുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ സംവദിക്കുകയും ഒപ്പം തന്നെ ഇതിനുശേഷം ഈ മെയ്തേ വിഭാഗത്തിന്റെ മേൽക്കുള്ള മേഖലകളിലേക്കടക്കം സന്ദർശനം നടത്തുകയും ചെയ്യുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ നടന്ന ഈ സംഭവ വികാസങ്ങളെ വലിയ രീതിയിൽ വലിയ രൂക്ഷ വിമർശനമായിരുന്നു കോൺഗ്രസ് നേതൃത്വം വിമർശിച്ചത്. ഇത് ഈ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ഏകാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ള വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഈ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ രാഹുൽ ഗാന്ധി മടങ്ങൂ എന്നുള്ള നിലപാട് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം വൈകിട്ടോടുകൂടി തിരിക്കുകയും അല്പസമയത്തിന് മുൻപ് ചുരാചന്ദ്പൂരിലെത്തി ഇപ്പോൾ ഈ പ്രശ്നബാധിത മേഖലകളിലെല്ലാം ജനങ്ങളെ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ തിരക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം മാത്രമായിരിക്കാം ചിലപ്പോൾ മടങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ സേനാവിന്യാസമാണ് വിന്യസിച്ചിരിക്കുന്നത്. കാരണം വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ കൂടി അവിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. കൂടാതെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുണ്ട്. എം ജി മിഥുൻ വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ വർഗീയ ധ്രുവീകരണമാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് EP ജയരാജൻ. മണിപ്പൂരിനെ രക്ഷിക്കാൻ ജൂലൈ 5-ന് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. കൈതോലപ്പായയിൽ പണം കടത്തിയെന്ന G ശക്തിധരന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും EP ജയരാജൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ശക്തിധരൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ദേശാഭിമാനിയിൽ ഉണ്ടായിരിക്കെ ഇത്തരമൊരു പരാതി ശക്തിധരൻ പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ആർക്കും മനസ്സിലാവും. അദ്ദേഹവും അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ CPM-ന് നേരെ. ഇത് വ്യാഖ്യാനിച്ച് പോകുന്നതല്ലേ. അതുകൊണ്ട് അത്തരം ഒരു ആരോപണമൊന്നും CPM-ന് നേരെ ആർക്കും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ ശക്തിധരനും അത്തരം ഒരു ആരോപണം പാർട്ടിക്ക് നേരെയോ ഇടതുപക്ഷ മുന്നണിക്ക് നേരെയോ ഉണ്ടായിട്ടില്ല. ഒരു 10, 25, 50 കൊല്ലം മുമ്പ് എന്തെങ്കിലും സംഭവം എന്ന് പറയുന്നതിനും ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ഫേസ്ബുക്ക് കുറിപ്പതിൽ അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ട് അദ്ദേഹം പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. കേന്ദ്രമന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കുന്നതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിയെയും ഉൾപ്പെടുത്തിയേക്കുമെന്ന വിവരം. തിങ്കളാഴ്ചയാണ് വിശാല മന്ത്രിസഭായോഗം ചേരുന്നത്. എം ജി മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഒരു പുനഃസംഘടനയിലേക്ക് കൃത്യമായിട്ട് കടക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് തന്നെ വ്യക്തമാകുന്നു.
അപർണ, നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇതിൽ കരട് പട്ടിക സമർപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്ത് വരികയും ചെയ്യുന്നത്. നിലവിൽ അദ്ദേഹം MP അല്ല. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 24-ന് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 10 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു സീറ്റിൽ മത്സരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ്, അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് വരാൻ പോകുന്ന ഈ വർഷം തന്നെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു. ഇവിടെ സംഘടനാ തലത്തിലടക്കം വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ സംസ്ഥാന അധ്യക്ഷന്മാരെ അടക്കം മാറ്റിക്കൊണ്ട് ഒരു പുനഃസംഘടന നടത്താനുള്ള ഒരു തീരുമാനം എന്തായാലും ഈ ഒരു യോഗത്തിൽ ഉണ്ടായിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നിലവിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണി ഉണ്ടാകില്ല. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് K. സുരേന്ദ്രൻ തന്നെ തുടരും എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അടുത്തിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറിയ അനിൽ ആന്റണിക്ക് പാർട്ടി പദവി നൽകുന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പ്രാഥമിക ചർച്ചകൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. തിങ്കളാഴ്ച വിശാല മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. അതിലായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. അങ്ങനെയെങ്കിൽ O. രാജഗോപാലിനും V. മുരളീധരനും പുറമെ കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ സുരേഷ് ഗോപി എത്തും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കല വടശ്ശേരിക്കോണത്ത് മകളുടെ വിവാഹദിനത്തിൽ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി പ്രതികളെ ആവശ്യപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. പ്രതികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് രാജുവിന്റെ മകൻ ശ്രീഹരി ആവശ്യപ്പെട്ടു. ഭീഷണിയായിട്ട് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഭീഷണിയായിട്ട് നേരത്തെ ആരുടെടുത്തോ മാമൻ്റെ അടുത്തോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ഞാൻ അറിയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സംസാരവും ഇല്ല, മിണ്ടാതെ ഉള്ളതായിരുന്നു. രാജുവിനെയും കുടുംബത്തെയും വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയായിരുന്നു ആക്രമണം. ഇന്ന് രാവിലെ 7 മണിയോടെ പ്രതികളെ പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. റിമാൻഡിലായ പ്രതികളെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി ആവശ്യപ്പെട്ട് പോലീസ് 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. അറസ്റ്റിലായ 4 പേർ ഒഴികെ മറ്റാരും അക്രമത്തിന് പിന്നിലില്ല എന്നാണ് പോലീസ് നിഗമനം. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ മറ്റാരുടെയെങ്കിലും പങ്ക് വെളിപ്പെടുത്തിയിട്ടുമില്ല. കൊലയ്ക്കുപയോഗിച്ച മൺവെട്ടി ഉൾപ്പെടെ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് ശേഖരിച്ചിരുന്നു. ശ്രീലക്ഷ്മിയെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവും കുടുംബവും പെൺകുട്ടിയുടെ വീട്ടുകാരെ സമീപിച്ചിരുന്നു. എന്നാൽ ജിഷ്ണുവിന്റെ ക്രിമിനൽ പശ്ചാത്തലം കാരണം പെൺകുട്ടിയുടെ വീട്ടുകാർ ബന്ധത്തിന് വിസമ്മതിച്ചു. ശ്രീലക്ഷ്മിക്ക് നേരത്തെ വന്ന 2 വിവാഹാലോചനകൾ ജിഷ്ണു മുടക്കിയതായും പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു. ഇന്ന് അവധിയായതിനാൽ കസ്റ്റഡി അപേക്ഷ നാളെയാകും കോടതി പരിഗണിക്കുക. നാളെയോ മറ്റന്നാളോ തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഓപ്പറേഷൻ തിയേറ്ററിൽ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനെതിരെ IMA. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രോട്ടോകോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കണമെന്നും രോഗിയാണ് പ്രധാനമെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് സുൽഫി നുഹു പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആവശ്യം കോളേജ് പ്രിൻസിപ്പൽ, ഡോക്ടർമാർ അംഗങ്ങളായ ഹൈജീൻ കമ്മിറ്റിക്ക് വിടാതിരിക്കെയാണ് IMA നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 7 വിദ്യാർത്ഥിനികളാണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ശിരോവസ്ത്രവും നീളൻ കൈകളുള്ള സ്ക്രബ് ജാക്കറ്റുകളും ധരിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയത്. വിവിധ ബാച്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 26-ന് സംയുക്തമായി ഒപ്പിട്ട് കത്ത് നൽകിയത്. ഈ കത്തിലെ ആവശ്യം തള്ളി ഡോക്ടർമാരുടെ സംഘടനയായ IMA രംഗത്തെത്തി. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗികളാണ് പ്രധാനം. രോഗികളുടെ സുരക്ഷയ്ക്കും ശുചിത്വത്തിനുമാണ് ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് പാലിച്ച് മുന്നോട്ടു പോകണമെന്നും IMA അറിയിച്ചു. ലോകത്തെല്ലായിടത്തും ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി രോഗിയാണ്. അപ്പോൾ രോഗിയുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അവർക്ക് അണുബാധ വരാതിരിക്കുവാനുള്ള ചില പ്രത്യേക പ്രോട്ടോക്കോളുകൾ ലോകത്തെമ്പാടും ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില പ്രോട്ടോക്കോൾ ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഒക്കെ തന്നെയുണ്ട്. അത് കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം. MBBS ക്ലാസ് സമയങ്ങളിൽ ശിരോവസ്ത്രം ധരിക്കാൻ നിലവിൽ അനുമതിയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ ആവശ്യം സർജന്മാരുടെയും ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗത്തിന്റെയും യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
സംസ്ഥാനത്ത് വീണ്ടും പനിമരണം. കാസർഗോഡ് ചെമ്മനാട് ആലക്കം പടിക്കാലിൽ അശ്വതിയാണ് മരിച്ചത്. മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ചയാണ് അശ്വതിക്ക് രോഗലക്ഷണം കണ്ടെത്തിയത്. തുടർന്ന് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രോഗം മൂർച്ഛിച്ചതോടെ ചൊവ്വാഴ്ച മംഗളൂരുവിലേക്ക് മാറ്റുകയായിരുന്നു. സാധാരണക്കാരുടെ കീശ കീറി പച്ചക്കറി വില. 1 കിലോ വലിയ മുളകിന്റെ വില 400-നോടടുക്കുമ്പോൾ സെഞ്ചുറി അടിക്കാൻ ഒരുങ്ങുകയാണ് ചെറിയ ഉള്ളി. കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നതിൽ തക്കാളി മാത്രമല്ല ഇപ്പോൾ വില്ലൻ. ഇഞ്ചോടിഞ്ച് മത്സരിക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയുമൊക്കെ. മുളകിന്റെ വില കേട്ടാൽ തന്നെ സാധാരണക്കാരന്റെ കണ്ണു നിറയും. തൊണ്ടൻ മുളക് കിലോയ്ക്ക് 350 മുതൽ 400 വരെയാണ് വില. പച്ചമുളകിന് 110 രൂപ. സെഞ്ചുറിയുടെ നിറവിലാണ് ചെറിയ ഉള്ളി. കുത്തനെ ഉയർന്ന തക്കാളി വില ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇഞ്ചി വില 2 ആഴ്ചയായി 200-ന് മുകളിലാണ്. ബീൻസിനും ക്യാരറ്റിനും വെണ്ടയ്ക്കുമൊക്കെ ഇപ്പോഴും പൊള്ളും വില തന്നെ. വിപണിയിലെ വില പിടിച്ചു നിർത്താൻ സർക്കാർ സംവിധാനങ്ങളും പരാജയപ്പെടുകയാണ്. ഒരിനം സാധനം പല ഗുണനിലവാരത്തിൽ തോന്നിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ ഹോർട്ടികോർപ്പിലും വില കുതിച്ചുയരുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്നത് സാധാരണക്കാരും. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. തീവിലയിൽ ഇടപെടാൻ ഹോർട്ടികോർപ്പിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി പി പ്രസാദ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇപ്പൊ കേരളത്തിലെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം മാത്രം നമ്മൾ വിൽപ്പന നടത്താൻ പോകുമ്പോൾ ഒരു വീടിന് ആവശ്യമായ എല്ലാ പച്ചക്കറികളും വരുന്നില്ല. അപ്പൊ നമുക്ക് ഉരുളൻകിഴങ്ങായാലും സവാളയായാലും എല്ലാം നമ്മൾ കൂടി അതുകൂടി എടുത്ത് വിപണനം നടത്തുമ്പോൾ മാത്രമേ നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇനങ്ങൾ എത്തിക്കുന്നുണ്ട്, അത് ആ വിൽപ്പന ഭാഗമാക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ അവരോടും പറഞ്ഞിരിക്കുന്നത് ഈ വിപണിയിലെ വിലയൊന്ന് പിടിച്ചു നിർത്താൻ പാകത്തിൽ നമുക്ക് മറ്റിടങ്ങളിൽ നിന്ന് സംഭരിച്ച് വിൽപ്പന നടത്തണം. അപ്പൊ നമ്മൾ അങ്ങനെയാണ് തെങ്കാശി അവിടുത്തെ FPOകളുമായി നമ്മൾ നേരിട്ട് ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അവരെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് സംഭരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിന് പുറത്തു നിന്നും എവിടെ നമുക്ക് വില ഇപ്പൊ കേരളത്തിൽ കൂടുതലായി അനുഭവപ്പെടുന്ന ഇനങ്ങൾ, ആ ഇനങ്ങൾ സംഭരിച്ച് വിപണനം നടത്താൻ ഹോർട്ടികോർപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PDP നേതാവ് മാധ്യമപ്രവർത്തകയ്ക്ക് ലൈംഗിക ചുവയുള്ള സന്ദേശം അയച്ചതായി പരാതി. അബ്ദുൽ നാസർ മദനിക്കൊപ്പം കൊച്ചിയിലെത്തിയ PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്തറിനെതിരെയാണ് പരാതി. മദനിയുടെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകയ്ക്കാണ് സന്ദേശങ്ങൾ അയച്ചത്. അർദ്ധരാത്രിയും പുലർച്ചെയുമായി നിരന്തരം സന്ദേശങ്ങൾ അയച്ചു. മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകി. ത്യാഗസ്മരണകൾ നെഞ്ചേറ്റി വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ ഒത്തുചേർന്നു. Allahu Akbar, Allahu Akbar, Allahu Akbar, La ilaha illallah, Allahu Akbar. പ്രിയപുത്രൻ ഇസ്മായിലിനെ ദൈവത്തിന്റെ ആജ്ഞയാൽ ബലി നൽകാൻ ഒരുങ്ങിയ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ അനുസ്മരണമാണ് ബലിപെരുന്നാൾ. സർവ്വതും ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കുക എന്ന പരിത്യാഗത്തിന്റെ വലിയ സന്ദേശം കൂടിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ഈ ദിനം. തിരുവനന്തപുരം പാളയം പള്ളിയിൽ ഇമാം VP സുഹൈബ് മൗലവി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. മലപ്പുറത്ത് മദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് ഷൗക്കത്ത് അലി സഖാഫി നേതൃത്വം നൽകി. മുത്തന്നൂർ അഹദ് അലി തങ്ങൾ ഈദ് സന്ദേശം നൽകി. എല്ലാ വീട്ടിലും പോയി ഭക്ഷണം കഴിക്കണമെന്ന് സുബ്ഹാനല്ലാഹ്, അതാണ് യഥാർത്ഥത്തിലുള്ള പെരുന്നാൾ. നാം എല്ലാ വീടുകളിലും പോയി നാം ഭക്ഷണം കഴിക്കണം, സന്തോഷം പങ്കിടണം. പായസം എന്ന ഷുഗറുള്ള ആളുകളൊക്കെ ഇന്ന് ഷുഗറൊക്കെ ഒഴിവാകുന്ന ദിവസമാണ്. ഇന്ന് ആരും ഷുഗർ നോക്കാറില്ല. ഏറ്റവും കൂടുതൽ പായസം കുടിക്കുന്ന ദിവസം ഇന്നാണ്. കോഴിക്കോട് സരോവരം പള്ളിയിൽ ഖത്തീബ് റാഫിയുടെ നേതൃത്വത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. കോഴിക്കോട് മർക്കസ് പള്ളിയിലും പെരുന്നാൾ നമസ്കാരം നടന്നു. എറണാകുളം കറുകംപള്ളി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം മഹല്ല് കാസി സയ്യിദ് സൊലാഹുദ്ദീൻ ബുഖാരി നേതൃത്വം നൽകി. സംസ്ഥാനത്തെ വിവിധ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 5375, പവന് 43,000 രൂപ. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000 രൂപയും. പ്ലാറ്റിനം ഗ്രാമിന് 3312, ഔൺസിന് 1,03,015 രൂപ. പാരഗൺസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. പാരഗൺസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. പൂർണ്ണമാകുന്നു വാർത്തയിൽ. നമസ്കാരം.